ആളുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നതോടുകൂടി ചില രസകരമായ കാര്യങ്ങളൊക്കെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതിലേറ്റവും രസകരമായൊരു സംഗതി ഇന്നലെ രാജ്യസഭയിൽ നടന്നു. നമ്മുടെ വീട്ടിലൊക്കെ മക്കൾ വലിയ ഒച്ചയും ബഹളവും ഉണ്ടാക്കി പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ചില ഉമ്മാമാർ അടുക്കളയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് പോലെ, അമ്മമാർ ഞാനിപ്പോൾ പൊയ്ക്കളയുമെന്ന് പറയുന്നത് പോലെ, നമ്മുടെ രാജ്യസഭ ചെയർമാൻ ജഗദീപ് ധൻഖർ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങി ഒരൊറ്റ പോക്ക് പോയി. ഇങ്ങനൊന്നും വന്നേ ഞാൻ കളിക്കുന്നില്ലെന്ന് പറഞ്ഞു. കാണാൻ കൗതുകമുള്ള സംഗതിയാണ് അതൊക്കെയും. കാരണം പ്രതിപക്ഷ സ്വരം കനക്കുമ്പോൾ ഇത്തരം ചില വലിയ വില്ലാളി വില്ലന്മാരുടെ വാതിൽ തുറന്നിറങ്ങിപ്പോക്കിനും അതിൻ്റേതായ ഭംഗിയുണ്ട്. രാജ്യസഭ നമുക്കറിയാം വലിയ ഉയർന്ന സഭയാണ്. അപ്പർ ഹൗസ് എന്നാണ് നമ്മൾ പറയുന്നത്. പറയാൻ കാരണം ലോക്സഭയിലാണ് വോട്ടെടുപ്പിലൂടെ വരുന്നവരെങ്കിലും രാജ്യസഭയിലുള്ളവർ വളരെ ബഹുമാനിതരും വലിയ ഉയർന്ന വിദ്യാഭ്യാസ ട്രാക്ക് റെക്കോർഡൊക്കെ ഉള്ള MLA മാർ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നവരാണ്, സാധാരണ ജനങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അപ്പർ ഹൗസ് എന്നാണ് പറയുന്നത്. അപ്പർ ഹൗസിൽ ഇപ്പോൾ നമ്മുടെ മല്ലികാർജ്ജുന ഖാർഗെയൊക്കെ ഉണ്ട്. മല്ലികാർജ്ജുന ഖാർഗെയൊക്കെ ഒരു പ്രതിഭാസമാണ്, ഒരു ചരിത്രമാണ്, ഒരു പ്രവാഹമാണ്, അംഗീകരിക്കപ്പെടേണ്ട ആളാണ്. ഒരിക്കലും രാഹുൽ ഗാന്ധിയുടെ നിഴലിൽ മങ്ങിപ്പോകേണ്ട ഒരാളല്ല മല്ലികാർജ്ജുന ഖാർഗെയൊക്കെ. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അവരെല്ലാവരും കൂടി ചേർന്നൊരു വിഷയം എടുത്തിട്ടു. രാജ്യസഭയിലിപ്പോൾ ഭൂരിപക്ഷം ഭരണകക്ഷിക്ക് ഇല്ലെന്നുള്ളത് അറിയാമല്ലോ. വിഷയം വേറൊന്നുമല്ല, നമ്മുടെ ബിനീഷ് ഫോഗട്ടിൻ്റെ അയോഗ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു ആവശ്യം. പ്രതിപക്ഷത്ത് കട്ടിയുള്ളതുകൊണ്ടും ചർച്ച ഏത് തരത്തിലേക്ക് പോകാമെന്നറിയാവുന്നതുകൊണ്ടും നമ്മുടെ ജഗദീപ് ധൻഖർ, പുലിക്കുട്ടിയാണ്, പഴയ ബംഗാൾ ഗവർണറാണ്, കട്ടിക്ക് അതിനെ എതിർത്തു. ചൂടായി ബഹളം വെച്ചു. അവർ നല്ല വായിൽ വന്നതുപോലെല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തെന്ന് മാത്രമല്ല, അതിൽ രാജ്യസഭാ ചെയർമാനെ ഉൾപ്പെടെ നിലപാടുകൾ ഉൾപ്പെടെ വിമർശിച്ചു. അപ്പോഴേക്കും രാജ്യസഭാ ചെയർമാൻ വികാരതരളിതനായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആക്ഷേപിക്കുന്നത് വ്യക്തിപരമായി എന്നെയല്ല, ഈ കസേരയാണ്. ഈ കസേര ഇങ്ങനെ ആയിപ്പോയാൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ ചോദിച്ച് പുള്ളി പൊട്ടിത്തെറിച്ച്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കാനില്ല, ഉമ്മാണങ്ങ് പോവുകയാണ് എന്നും പറഞ്ഞ് വാപ്പായെ കൊണ്ട് ആണയിട്ട് അളിയനിറങ്ങി അങ്ങ് പോയി. ഇതൊക്കെ രാജ്യസഭയിൽ അപൂർവമായിട്ട് കാണുന്നതാണ്. മറ്റേത് വില്ലാളി വില്ലൻ്റെ കൂടെ ഇരുന്ന് എല്ലാവരെയും സസ്പെൻഡ് ചെയ്യുകയും ഓടിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അത് ലോക്സഭയിലും ഇന്നലെ കണ്ടു. നമ്മുടെ ഓം ബിർളയുടെ വിഷയത്തിൽ അഖിലേഷ് യാദവ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, സാർ, പ്രതിപക്ഷത്തിൻ്റെയും സ്പീക്കറുടെയും അധികാരം കവർന്നെടുക്കുകയാണ്, അതുകൊണ്ട് അങ്ങയുടെ അവകാശത്തിന് വേണ്ടി കൂടി ഞങ്ങൾ പോരാടാമെന്ന് പറഞ്ഞു. സ്പീക്കർ ഒരു വേള അവലൂസ് പൊടി തിന്നുന്ന പല്ലില്ലാത്ത അമ്മുമ്മമാരെ പോലെ ഇങ്ങനെ ആയിപ്പോയി. അപ്പോഴേക്ക് നമ്മുടെ അമിത്ഷാജി ചാടി എഴുന്നേറ്റ് പറഞ്ഞു, സ്പീക്കറുടെ അധികാരം പ്രതിപക്ഷത്തിൻ്റെ അധികാരമല്ല, സഭയുടെ അധികാരമാണ്, അതുകൊണ്ട് സ്പീക്കറെ അപമാനിക്കരുത് എന്ന് പറഞ്ഞു. അമിത്ഷാജി പറഞ്ഞാൽ സ്പീക്കർക്ക് പിന്നെ അതിൻ്റെ അപ്പുറമൊന്നുമില്ല. അദ്ദേഹവും പറഞ്ഞു, ചെയറിനെ അപമാനിക്കരുത്, വ്യക്തിപരമായി വിമർശിക്കരുതെന്ന് പറഞ്ഞു. ഏതായാലും ഇതൊക്കെയും പാർലമെൻ്ററി ജനാധിപത്യം കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാനെങ്കിലും ഒരവസരം കിട്ടിയെന്നുള്ളത് ഒരു അപൂർവ ഭാഗ്യമാണ്.